ഹലോ, ഞാൻ റിജോസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 കെമിസ്ട്രി, ജനറൽ സയൻസിൽ കെമിസ്ട്രി. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ലെവൽ 1, 2, 3 വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലെവല് 3 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. 125, 126 എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ലെവൽ 4 ആണ് നമുക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ലെവൽ 1 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ 1, 2, 3, 4 എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രിന്റഡ് ആയിട്ടുള്ള എന്താ പറയുക ആൻസേഴ്സ് ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നില്ല. ഈ വീഡിയോയിൽ നമ്മൾ ലെവൽ 4 മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ തുടങ്ങിയപ്പോൾ ഇത്തിരി ലേറ്റ് ആയി. അത് കാരണം കൊണ്ട് നമ്മൾ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ നമ്മളിത് മൊത്തം പറയും. അതിനുശേഷം നമ്മൾ ഫിസിക്സ് എന്നുള്ള ചാപ്റ്ററാണ് അടുത്തത് വരുന്നത്, അത് തുടങ്ങും. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രിന്റഡ് ആയിട്ടുള്ള ആൻസർ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഈ ലെവൽ 1, 2, 3 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടിക്ക് ചെയ്തേക്കുന്നതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ മനുഷ്യനാണ് തെറ്റ് സംഭവിക്കാം. ഒരു പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ തെറ്റ് വരാം ഈ ടിക്ക് ചെയ്തേക്കണതിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ലെവൽ 1, 2, 3, 4 എല്ലാം കൂടി ചേർത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ആൻസേഴ്സും ചേർത്ത് വീഡിയോ എടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഇതുപോലത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രിന്റഡ് ആയിട്ടുള്ള ആൻസർ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ പറയണത്. പിന്നെ ഇപ്പം നമ്മൾ പറയുന്ന ലെവൽ 4 എന്നുള്ള വിഭാഗം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്, കോഡ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നത് കുറച്ച് ഭാഗം കാണുന്നുള്ളൂ വീഡിയോയിൽ. അപ്പം ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിക്ക് ചെയ്തേക്കുന്നത് ഇവിടെയും ടിക്ക് തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതിലൊക്കെ തെറ്റ് വരാം ഈ ടിക്ക് ചെയ്തേക്കണേലൊക്കെ. അപ്പോൾ ഈ ടിക്ക് ചെയ്തേക്കണ തെറ്റുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയണ ലെവൽ 4ൽ തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം എന്നുള്ളത്. ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. നമ്മളിപ്പോൾ ആൻസർ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും പ്രിന്റഡ് ആൻസേഴ്സും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ഇത്രയും ക്ലാസ്സിൽ എടുത്ത് കഴിഞ്ഞേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്ത് അതിൻ്റെതായ പ്രാധാന്യത്തിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ലെവൽ 4 ആണ് പറയാനുള്ളത് ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കുള്ളത്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് നോക്കാം. ഈ രീതിയിലല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്, കാരണം അത്ര കംഫർട്ടബിൾ അല്ല. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സെറ്റ് ചെയ്യാം. ഈ രീതിയിൽ പറയുന്നതാണ് നമുക്ക് കംഫർട്ടബിൾ. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ പറയുന്നത്. കാരണം ഒരു 3 സെക്ഷൻ ഈ ലൈൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് എന്താ പറയുക പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വീഡിയോ ഒക്കെ നമുക്ക് പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ ടിക്ക് ചെയ്തതിൽ മാത്രമാണ് എനിക്കൊരു എന്താ പറയുക ഒരു പ്രതീക്ഷക്കുറവുള്ളത്. കാരണം നമ്മളങ്ങനെ ഒരു ആത്മധൈര്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് കുറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെറ്റ് വരാം. അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയണമെന്നുള്ളൂ. അപ്പം എനിക്ക് തെറ്റ് പറ്റിയാലും നിങ്ങൾക്ക് തെറ്റ് പറ്റരുത്. അതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പം നോക്കാം. ലെവൽ 4 ക്യാമറ ക്ലാരിറ്റി കുറവുണ്ട്, ദയവേത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ലെവൽ 4 ഇതിലും ടിക്ക് ചെയ്തേക്കുന്നത് തന്നെയാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ലെവൽ 4 1 മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റ് 1, ലിസ്റ്റ് 2. എ സൾഫ്യൂരിക് ആസിഡ്, 1 സിസിലിയൻ പ്രോസസ്, ബി അമോണിയ, 2 കോണ്ടാക്ട് പ്രോസസ്, സി സൾഫർ, 3 ഹേബേഴ്സ് പ്രോസസ്. കോഡ്സ് A, B, C. A
1 2 3, B 2 1 3, C 3 1 2, D 2 3 1. 1 match the following list 1 list 2. A sulfuric acid, 1 Sicilian process, B ammonia, 2 contact process, C sulfur, 3 Haber's process. Codes A B C. A 1 2 3, B 2 1 3, C 3 1 2, D 2 3 1. Answer D 2 3 1. Answer D 2 3 1. 2 A sulfuric ലിസ്റ്റ് 1 ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ആൻസർ ഡി 2 3 1. A sulfuric acid, 2 sulfuric acid contact process, sulfuric acid contact process. പിന്നെ B ammonia, 3 Haber's process. ammonia Haber's process. Sulfur Sicilian process. C 1 C sulfur 1 Sicilian process. Answer D 2 3 1. A sulfuric acid, 2 contact process, B ammonia, 3 Haber's process, C sulfur 1 Sicilian process. ഇത്രയാണ് വരുന്നത്. ഇനി അടുത്തത് 2 match the following. ലിസ്റ്റ് 1 ലിസ്റ്റ് 2. A tin 1 Anorite, B copper, 2 argentite, C silver, 3 sternite, D gold, 4 malachite. Codes A B C D. A 2 1 3 4, B 4 1 2 3, C 3 4 2 1, D 1 4 3 2. Answer C 3 4 2 1. Answer C 3 4 2 1. 18 sternite, B copper, malachite, silver, C silver, arginate, C silver, arginate, D gold, anuentate, aunite spelling mistake ഉണ്ട്, ദയവ് ക്ഷമിക്കുക. aunite. അപ്പോൾ ഒരിക്കലും പറയാം. ആൻസർ സി 3 4 2 1. 18 sternite, 18 3 sternite, B copper, malachite, അപ്പൊ ഒരിക്കലും പറയണ്ട. എനിക്കിത് ഇങ്ങനെ ആയതുകൊണ്ട് വായിക്കാൻ അങ്ങോട്ട് അത്ര പറ്റുന്നില്ല. ഇത് ശരിക്കും കുറച്ചും കൂടി നമ്മള് ലൈൻ ചെയ്യുന്നതായിരിക്കും കുറെ കൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പം ഒരിക്കലും പറയാം. ആൻസർ സി 3 4 2 1. അപ്പൊ 18 sternite, 18 sternite, B copper, 4 malachite, C silver, argentite, D gold, aunite. ഇനി അടുത്തത് നമുക്ക് നോക്കാം. 3 match the following. List 1 list 2. A sodium bicarbonate,
1 bleaching powder, B calcium carbonate, 2 baking soda, C potash, 3 chalk, D calcium hypochlorite, 4 alum. Codes A B C D. A 1 2 4 3, B 2 3 4 1, C 4 2 3 1, D 3 1 4 2. Answer B 2 3 4 1. Answer B 2 3 4 1. A sodium bicarbonate, baking soda, calcium, B calcium carbonate, chalk, C potash, alum, D calcium hypochlorite, bleaching powder. A sodium bicarbonate, baking soda, B calcium carbonate, chalk, C potash, alum, D calcium hypochlorite, bleaching powder. ഇതിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ക്ഷമിക്കട്ടെ. നമ്മൾ പറയണതിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം എടുത്ത് പറയണത് ശരിയാവില്ല. For match the following: A carbon dioxide, 1 reducing agent, B chlorine, 2 anesthetic in density, C hydrogen, 3 bleaching powder, D nitrous oxide, 4 refrigerant. Codes A B C D. A 1 2 3 4, B 4 3 2 1, C 4 3 1 2, D 2 1 3 4. Answer C 4 3 1 2. Answer C 4 3 1 2. A carbon dioxide, refrigerant, B chlorine, 3 bleaching powder, C hydrogen, reducing agent, D nitrous oxide, anesthetic in density. A carbon dioxide, refrigerant, B chlorine, bleaching powder, C hydrogen, reducing agent, D nitrous oxide, anesthetic in dentistry. ഒരിക്കൽ കൂടി പറയാണ്. A carbon dioxide, refrigerant, B chlorine, 3 bleaching powder, C hydrogen, reducing agent, D nitrous oxide, 2 anesthetic in dentistry. ഞാൻ പ്രത്യേകം എടുത്ത് പറയണം. നമ്മൾ എന്താ പറയാ, സ്പെല്ലിങ് പറയുമ്പോൾ അത്ര പോരാ, തീരെ പോരെന്ന് തന്നെ പറയേണ്ടി വരും. കുറച്ച് ആലോചിച്ചെടുത്ത് പറയേണ്ട അവസ്ഥയുണ്ട്. പിന്നെ നമ്മൾ പറയണ തെറ്റും വരാൻ സാധ്യതയുണ്ട്. ദയവേത് ക്ഷമിക്കുക. പ്രത്യേകം എടുത്ത് പറയണ ദയവേത് ക്ഷമിക്കുക. നമ്മളിത് പറഞ്ഞില്ലേ ശരിയാവില്ല. അല്ലെങ്കിൽ ഇത് എന്താ പറയാ, കുറച്ച് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുന്നുണ്ട് തെറ്റ് വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്. ഫോർ മാച്ച് ദ ഫോളോയിങ്. ആൻസർ C 4 3 1 2. A carbon dioxide, 4 refrigerant, B chlorine, 3 bleaching powder, C hydrogen, reducing agent, D nitrous oxide, anesthetic in dentistry. 5 match the following. List 1, list 2. A calomel, 1 copper sulfate, B blue vitriol, 2 calcium sulfate, C gypsum, 3 mercurious chloride, D normal salt, 4 sodium chloride.
codes A, B, C, D. A 1, 2, 3, 4. B 4, 3, 2, 1. C 3, 2, 1, 4. D 3, 1, 2, 4. Answer D 3, 1, 2, 4. Answer D 3, 1, 2, 4. A calomel. 3 mercurous chloride. B blue vitriol. Copper sulfate. B blue vitriol, 1 copper sulfate. C gypsum. Calcium sulfate. C gypsum, 2 calcium sulfate. D normal salt, 4 sodium chloride. Answer D 3, 1, 2, 4. A calomel, mercurous chloride. B blue vitriol, 1 copper sulfate. C gypsum, 2 calcium sulfate. D normal salt, 4 sodium chloride. Answer D 3, 1, 2, 4. ഇനി അടുത്തത് 6 match the following. List 1, list 2. A acetic acid, 1 milk. B tannic acid, 2 proteins. C amino acid, 3 T. D lactic acid, 4 vinegar. Codes A, B, C, D. A 1, 2, 3, 4. B 4, 2, 1, 3. C 4, 3, 2, 1. D 1, 3, 4, 2. Answer C 4, 3, 2, 1. Answer C 4, 3, 2, 1. A acetic acid, 4 vinegar. B tannic acid, 3 T. C amino acid, 2 proteins. D lactic acid, 1 milk. And answer C 4, 3, 2, 1. A acetic acid, 4 vinegar. B tannic acid, 3 T. C amino acid, proteins. D lactic acid, 1 milk. നമ്മൾ ചിലത് നമ്പർ പറഞ്ഞിട്ടുണ്ട്, ചിലത് നമ്പർ പറയാതെ പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആൻസർ തന്നെ, അത്രേ ഉള്ളൂ. നമ്പർ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോയി മാത്രമേ ഉള്ളൂ. അടുത്ത 7 match the following. List 1, list 2. A helium, 1 treatment of cancer. B neon, 2 electrical science. C radon, 3 generational low temperatures. Codes A, B, C. A 1, 2, 3. B 3, 1, 2. C 3, 2, 1. D 2, 3, 1. Answer B 3, 1, 2. Answer B 3, 1, 2. And answer B 3, 1, 2. Answer B 3, 1, 2. Answer B 3, 1, 2. A helium, 3 generational low temperatures. A helium, 3 generational low temperatures. B neon, 1 treatment of cancer. C radon, 2 electrical science. 8 match the following. List 1, list 2. A freon, 1 bleaching. B chloroform, 2 antiseptic. C iodoform, 3 refrigerant. D ozone, 4 anesthetic. Codes A, B, C, D. A 2, 3, 4, 1. B 3, 4, 2, 1. C 4, 3, 1, 2. D 3, 2, 1, 4.
ആൻസർ ബി 3421. ആൻസർ ബി 3421. ആൻസർ ബി 3421. എ ഫ്രിയോൺ, 3 റെഫ്രിജറന്റ്, ബി ക്ലോറോഫോം, 4 അനസ്തെറ്റിക്, സി ഐഡോഫോം, 2 ആന്റിസെപ്റ്റിക്, ഡി ഓസോൺ, 1 ബ്ലീച്ചിങ്. 9 match the following. List 1, list 2. A washing soda, 1 sodium hydroxide, B caustic soda, 2 copper sulfate, C blue vitriol, 3 sodium thiosulfate, D hypo, 4 sodium carbonate. Codes A, B, C, D. A 1234, B 2314, C 3124, D 4123. Answer D 4123. Answer D 4123. A washing soda, 4 sodium carbonate, B caustic soda, 1 sodium hydroxide, C blue vitriol, 2 copper sulfate, D hypo, 3 sodium thiosulfate. After 10 match the following. List 1, list 2. 1 natural rubber, A Buenas, 2 synthetic rubber, B latex, 3 natural fiber, C wool, 4 synthetic fiber, D nylon. Codes 1, 2, 3, 4. A B A C D, B A B C D, C B A D C, D C D A B. Answer A B A C D. Answer A B A C D. 1 natural rubber, B latex, 2 synthetic rubber, A Buenas, 3 natural fiber, C wool, 4 synthetic fiber, D nylon. ഒരിക്കൽ പറയാണ്. ആൻസർ A B A C D. 1 natural rubber, B latex, 2 synthetic rubber, A Buenas, 3 natural fiber, C wool, 4 synthetic fiber, D nylon. അടുത്ത 11 match the following. List 1, list 2. A glass, 1 phosphorus, B matchsticks, 2 sodium, C fertilizer, 3 sodium silicate, D salt, 4 potassium sulfate. Codes A B C D. A 3421, B 3142, C 2314, D 4321. Codes A B C D. A 3421, B 3142, C 2314, D 4321, D 4321. ഇപ്പൊ ആൻസർ വരുന്നത് ആൻസർ ബി 3142. ആൻസർ ബി 3142. യാനസ് എന്ന് പറഞ്ഞേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ടിക്ക് ചെയ്തിട്ടുണ്ട്.
Answer B 3142. By a glass, 3 sodium silicate. B matchsticks, 1 phosphorus. B matchsticks, 1 phosphorus. C fertilizer, 4 potassium sulfate. D salt, 2 sodium. D salt, 2 sodium. 12 match the following. 12 match the following. List 1, list 2. 1 quinine, A sugarcane, 2 molasses, B cinchona, B cinchona, 3 iodine, C hevia, 4 rubber, D C kelp. A 1 B, 2 A, 3 D, 4 C, B 1 D, 2 A, 3 B, 4 C, C 1 B, 2 C, 3 D, 4 A, D 1 A, 2 B, 3 C, 4 D. Answer A 1 B, 2 A, 3 D, 4 C. Answer A 1 B, 2 A, 3 D, 4 C. 1 quinine, B cinchona, 2 molasses, A sugarcane, 3 iodine, D C kelp, 4 rubber, C hevia. 1 quinine, B cinchona, 2 molasses, A sugarcane, 3 iodine, D C kelp, 4 rubber, C hevia. 13. Match the following. AN2O. AN2O, 1 white crystalline solid, BNO, 2 colorless gas rekindling, A glowing splint, CNO2, 3 colorless gas turning brown in air, D N2O5, 4 reddish brown gas. A2B3C4 D1, BA3B4C1 D2, C A4B1C2 D3, DA1B2C3 D4. 13 match the following. AN2O, 1 white crystalline solid, BNO, 2 colorless gas rekindling, A glowing splint, CNO2, 3 colorless gas turning brown in air, DN2O5, 4 reddish brown gas, DN2O5, 4 reddish brown gas. Answer A2B3C4DI. Answer A2B3C4DI. N2O, 2 colorless gas rekindling, A glowing splint, BNO, 3 colorless gas turning brown in air, CNO2, 4 reddish brown gas, D N2O5, I white crystalline solid. അടുത്തത് 14. 13 match the following. N2O, 1 white crystalline solid, BNO, 2 colorless gas rekindling, A glowing splint, CNO2, 3 colorless gas turning brown in air, D N2O5, 4 reddish brown gas,
A A2B3C4DI, B A3B4CI D2, C A4BI C2D3, D AIB2C3D4. Answer A2B3C4DI. Answer A2B3C4DI. AN2O, two colorless gas rekindling a glowing splint. BNNO, three colorless gas turning brown in air. CNO2, four reddish brown gas. DN2O5. I, white crystalline solid. 14, അടുത്ത 14, match the following columns. 14, match the following columns. List 1, list 1 എന്നുള്ള കൊടുത്തേക്കണേ. ലിസ്റ്റ് 2 എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 നമ്മൾ വായിക്കണം. ലിസ്റ്റ് 1, ലിസ്റ്റ് 2, A mercury, 1 element, B oxygen, 2 compound, C water, 3 mixture, D air, 4 metal. Codes A B C D. A 1 2 3 4, B 4 3 2 1, C 4 1 2 3, D 4 2 3 1. Match the following columns. List 1, list 2, A mercury, 1 element, B oxygen, 2 compound, C water, 3 mixture, D air, 4 metal. Codes A B C D. A 1 2 3 4, B 4 3 2 1, C 4 1 2 3, D 4 2 3 1. Answer C 4 4 1 2 3. Answer C 4 1 2 3. Answer C 4 1 2 3. Answer C 4 1 2 3. A mercury, 4 metal, B oxygen, 1 element, C water, 2 compound, D air, 3 mixture. അപ്പോൾ A mercury, 4 metal, B oxygen, 1 element, C water, 2 compound, D air, 3 mixture. ഇതോടുകൂടി ജനറൽ സയൻസ് കെമിസ്ട്രി അവസാനിക്കുന്നു. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കണം. നമ്മൾ ഈ ഇത്തരം ഭാഗം ഉൾക്കൊള്ളിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഒരു തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു മനസ്സിലായിട്ടുള്ളൊരവസ്ഥ ചില ഭാഗങ്ങളിൽ. അപ്പോൾ അതൊക്കെ ദയവേത് ക്ഷമിക്കുക. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് തന്നെ സ്പോട്ടിൽ തന്നെ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മൾ പറയുന്നതിന് കുറേ ടൈം എടുക്കുന്ന ഒരവസ്ഥയുണ്ട്. CSAT എന്നുള്ള രീതിയിൽ ശരിക്കും അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ഒരു വേർഡ്സ് പറയുമ്പോൾ നമ്മൾ കുറേ എന്താ പറയുക എഫേർട്ട് എടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് ശരിക്കും അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നുള്ളൊരവസ്ഥയിലേക്കും കൂടി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ വേർഡ്സ് നല്ല രീതിയിൽ പറയാൻ സാധിക്കുന്നില്ല, പ്രൊണൗൺസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് പറയണമെന്നാണ് എൻ്റെ ഒരു അങ്ങനെ പറയാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ തന്നെ പറയുന്നതായിരിക്കും അതിൻ്റെതായ ശരി. അപ്പം നല്ല രീതിയിൽ നമുക്കത് പറയാൻ സാധിക്കുന്നില്ല നമ്മൾ വേർഡ്സുകൾ. അപ്പോൾ അതൊക്കെ ദയവേത് ക്ഷമിക്കണം നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം CSAT എന്നുള്ള രീതിയിൽ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും കറക്റ്റായിട്ട് ആ വേർഡ്സ് പറഞ്ഞ് പോകണം, എന്നാലേ ശരിയാവുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മൾ ഓരോ വേർഡ്സ് ചില വേർഡ്സുകൾ വരുമ്പോൾ നമുക്ക് പറയാനേ പറ്റുന്നില്ല.
ഞാൻ പരമാവധി നല്ലതാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോഴും ശരിയാവുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ വളരെയധികം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എഫേർട്ട് എടുത്ത് പറയേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം ഒക്കെ ക്ഷമിക്കുക എന്ന് നമുക്ക് പറയാനാവുള്ളൂ. വേറെ മാർഗ്ഗമില്ല. യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. ഈ രീതിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ ക്ലാസ് എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മളൊരു ക്ലാസ് എന്നുള്ള രീതിയിലൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ബുക്ക് വായിച്ച് നല്ല ഇതിൽ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിച്ച് പോകുക എന്നുള്ളൊരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരുപാട് ഓവർ എക്സ്പ്ലനേഷൻ ഉള്ളൊരു ക്ലാസ് ഒന്നും അല്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നു എന്നതിനാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനാ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് തന്നെ നമുക്ക് പറയാനാവുള്ളൂ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമുക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ CCT എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് ചിലപ്പോൾ മറന്നു കളയായിരുന്നു. അത് നടക്കില്ല എന്ന് തന്നെ പറയാം. അപ്പം അത്രയ്ക്കുള്ളൂ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും. എന്തായാലും സ്പെല്ലിങ്ങിൻ്റെ കാര്യം എനിക്കിപ്പോൾ എടുത്ത് പറയേണ്ട ഒരു അവസ്ഥ വന്നെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളിതൊക്കെ പറയാതിരുന്നു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് വീഡിയോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ വരും. പരമാവധി എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതെല്ലാം പ്രാധാന്യം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഇതും ഒരിക്കലും നിങ്ങൾ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല, നേരിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്കൊന്നും പറയാനില്ല. എന്തായാലും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയണമെന്ന് വെച്ച് നോക്കിയിരിക്കുന്നവരുണ്ട്. കുറേയൊക്കെ അങ്ങനെ പറയേണ്ട അവസ്ഥയാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ളൊരു ക്ലാസ് എടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളാരെയും കുറ്റപ്പെടുത്തല്ല. എല്ലാവരും ഒരേപോലെ വീഡിയോ ചിലപ്പോൾ കാണണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരു തെറ്റായ കമൻറ്റിങ് ഒരു തെറ്റായ കമൻറ്റ് എൻ്റെ ഈ എന്താ പറയുക ഈ സംസാര ശൈലി കൊണ്ട് ഇല്ലാതാവണമെങ്കിൽ അത്ര നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും നമ്മൾ പറയണമെന്നുള്ളൂ. കമൻസ് ഒഴിവാക്കുക, തെറ്റായിട്ടുള്ള കമൻസ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഒരാൾ കമൻറ്റ് ഇട്ടാൽ അതിനെ ചൊല്ലി ഒരുപാട് പേര് കമൻറ്റ് ഇടും. അപ്പോൾ അവർ തമ്മിൽ പ്രശ്നങ്ങളാവും. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളത് ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തെ രീതിയിലോട്ട് കാര്യങ്ങൾ വരാൻ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളത് തെറ്റിദ്ധരിക്കും, എന്തിനാണ് ഇത് എപ്പോഴും പറയണമെന്നുള്ളത്. അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഇപ്പം ഞാൻ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും നമ്മളിതിപ്പോൾ ഒരുപാട് 4-5 പ്രാവശ്യമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഒക്കെ വളരെ നിസ്സാരമായ രീതിയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം നമുക്ക് ഒരുപാട് ടൈമില്ല ഒന്നാമത്തെ കാര്യം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളോട് പറയാനും ഉണ്ട്. അങ്ങനെ എല്ലാം ചേർത്തുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയാനൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ പറയേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 6 ടൈം, അതുപോലെ തന്നെ 4, 3, 2, 7, 8, 9, 10 അങ്ങനെയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താലാണ് ശരിക്കും ഒരു CCT എന്നുള്ളൊരു സ്റ്റാൻഡേർഡിലേക്ക് എത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ സമയത്തിൻ്റെ കുറവ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു അവസ്ഥയിലോട്ട് നമ്മളെ എത്തിക്കില്ല. കാരണം ആഗ്രഹം ഉണ്ടെങ്കിലും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു ദയവായിട്ടുള്ളൊരു സഹകരണം, അതുപോലെ തന്നെ എന്താ പറയുക ഒരു നല്ല രീതിയിലുള്ളൊരു പ്രതികരണം, അത് ഞാൻ ഏറ്റവും ദയവായിട്ട് ഞാനത് പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കലും നമ്മളൊരു അഭ്യർത്ഥിക്കല്ല, എന്താ പറയുക നിങ്ങളുടെ ഏറ്റവും മറിച്ച് നിങ്ങളുടെ ദയയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഒരു വേർഡ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. കാരണം നമ്മളിപ്പോൾ വീഡിയോ ഒരുപാട് ചെയ്ത് കഴിഞ്ഞ് ഇത്ര നാളുകൊണ്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താ പറയുക നമ്മൾ സെക്ഷനൊന്നും ചെയ്തിട്ടില്ല. സെക്ഷനൊന്നും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെ പറഞ്ഞിട്ട് കുറേ സെക്ഷൻ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറേ വീഡിയോസ് ഇപ്പോൾ 200 സംതിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാധാന്യം എടുത്ത് പറയുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ മാത്രം ബേസ് ചെയ്തിട്ടല്ല കേട്ടോ ഇത്രയും സംസാരിച്ചിരിക്കുന്നത്. നമ്മൾ
ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോനും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം ഈ ഒരു കാര്യം സ്പെല്ലിംഗ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളായാലും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയണതിലൊക്കെ തെറ്റ് വരാം. ഇതുവരെ ചെയ്ത വീഡിയോയിലൊക്കെ പലതരത്തിലുള്ള തെറ്റുകൾ വരാം. ഓർഡർ തെറ്റിപ്പോവാം. അതുപോലെ തന്നെ സ്പെല്ലിങ് ഞാൻ പറഞ്ഞല്ല, അത് ഓൾറെഡി ഏറ്റവും ടോപ്പ് പ്രാധാന്യമാണ്. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതുപോലെ തന്നെ വേറെ ഓർഡർ തെറ്റിപ്പോവാം ചിലപ്പോൾ ക്ലാസ് എടുത്തതിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പീഡ് കൂടിപ്പോവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പറയേണ്ടി വന്നേക്കുന്നത് വീഡിയോയിലൊക്കെ. അപ്പോൾ അതൊക്കെ ദയവേത് മനസ്സിലാക്കുക, അത്ര നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കുന്നത് എന്നുള്ള പ്രത്യേകത ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എടുത്തു വന്നപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂർ ഏകദേശം ആയി തന്നെ പറയേണ്ട ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും CCTക്ക് വേണ്ടി നല്ല രീതിയിൽ ഈ വീഡിയോ ഉപകരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. അപ്പം ഈ ഭാഗത്തുനിന്ന് തന്നെ CCT എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ രാത്രി എടുത്തേക്കണ വീഡിയോ ആണ്. നമ്മൾ അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ എന്താ പറയുക അനുഭവിച്ചൊക്കെയാണ് എടുത്തേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇന്നിപ്പോൾ എനിക്കങ്ങനെ ഉറക്കത്തിൻ്റെ എന്താ പറയുക ക്ഷീണമൊന്നും ഇല്ലെന്ന് പറയാം. മൊത്തത്തിൽ ചില ദിവസമൊക്കെ ഭയങ്കര ഉറക്കത്തിൻ്റെ ക്ഷീണവും കാര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ അറിയാമല്ലോ, രാത്രി നമ്മൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ത്യാഗമാണ്, ഒരുപാട് ത്യാഗമൊന്നുമല്ല, കുറച്ച് ത്യാഗമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ളൊരാഗ്രഹം. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പം നല്ലൊരു എന്താ പറയുക നല്ലൊരു IAS ഒക്കെ ജീവിതത്തിൽ ലഭിക്കട്ടെ നിങ്ങൾക്ക്. എന്തായാലും നല്ലൊരു സുവർണ ഒരു അവസരം IAS എഴുതാനുള്ള, അതുപോലെ തന്നെ ഏറ്റവും താല്പര്യത്തോടുകൂടി CCT എക്സാം എഴുതാനും സാധിക്കട്ടെ. അത്ര നമുക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.